കാരണം ഞാൻ സലാമിലേക്ക് ഒരിക്കൽ കൂടി. സലാം, ഈ വിധി പ്രസ്താവം ഉടൻ ഉണ്ടാകുമോ അതോ നാളെ ആയിരിക്കുമോ? നിഷാദ്, ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതി അയാളോട് ചോദിച്ചത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും പറയാനുള്ളോ എന്നായിരുന്നു ചെന്താമരയോട് ചോദിച്ചത്. അപ്പോഴൊക്കെ തന്നെ ലാഘവത്തോടു കൂടി തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നാണ് കോടതിയോട് ചെന്താമര മറുപടിയായി പറഞ്ഞത്. അത്ര വലിയ ലാഘവത്തോടു കൂടിയാണ് ചെന്താമര ഈ കേസിനെയും കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കോടതിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ പ്രതി കോടതിയിലും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് ചെന്താമര ഈ കേസിനെയും കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മറുപടിയാണ് ജഡ്ജിയോട് തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നുള്ളതായിരുന്നു ജഡ്ജി ഈ വിധി പ്രസ്താവത്തിന് ശേഷം പ്രതിയോട് ചോദിച്ചപ്പോൾ പ്രതിയുടെ മറുപടിയായി പ്രതി കോടതിയെ അറിയിച്ചത് തന്നെ വേണമെങ്കിൽ ഈ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. അതായത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇയാളോട് ചോദ്യം ചോദിക്കുന്നത്, തനിക്ക് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നത്. അപ്പോഴാണ് തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന തരത്തിൽ കോടതിയിലും ഈ പ്രതി പറയുന്നത്. ഏതായാലും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു പക്ഷേ ഇന്നോ അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ശിക്ഷ വിധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇതുവരെ ശിക്ഷ എന്താണെന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് കോടതി കടന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഥമാധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായത്. കുടുംബവും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യ കൊലപാതകത്തിൽ പുറത്തിറങ്ങിയ ശേഷം അല്ലെങ്കിൽ അതിന്റെ വിചാരണ തടവുകാരനായി കഴിയവേ പരോളിൽ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതി രണ്ടാമത് ഒരു ഇരട്ട കൊലപാതകം കൂടി നടത്തിയത്. അതുകൊണ്ട് തന്നെ ആസൂത്രണം കൃത്യമായി നടന്നിട്ടുണ്ട്. അങ്ങനെ കോൺസ്പിറസി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ ശിക്ഷാവിധിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം വിധി പ്രസ്താവത്തിന് ശേഷം കുറ്റക്കാരെന്നുള്ള കണ്ടെത്തലിന് ശേഷം പ്രതിയോട് കോടതി ചോദിച്ചത് വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്, അത് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ അല്ലെങ്കിൽ കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതായിരുന്നു ജഡ്ജ് ഈ പ്രതിയോട് ചോദിച്ചത്. ആ സമയത്താണ് തന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള ഒരു വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു മറുപടി പ്രതി ചെന്താമരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ ആ തരത്തിൽ തന്നെയാണ് ഇയാൾ ഈ കാര്യത്തെ അല്ലെങ്കിൽ ഈ കൃത്യത്തെ നോക്കിക്കാണുന്നത് എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ സജിതയെ 2019 കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ കേസിന്റെ വിചാരണ തടവുകാരായി കഴിയവേ മറ്റു രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തുന്നു. ഇയാൾ മറ്റു ചിലരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു ആസൂത്രണം ഇയാളുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് കൂടി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. അത്തരത്തിൽ വലിയ കൊടും ക്രിമിനലാണ് ഇയാൾ. പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ആകെ ദോഷം ചെയ്യുന്ന വരത്തക്ക രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ അന്വേഷണ സംഘം ചില കണ്ടെത്തലുകൾ ഇയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ കണ്ടത്. ആ തരത്തിൽ തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെയൊക്കെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണക്കിലെടുക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിന് എടുത്തു പറയേണ്ടത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ്. അന്വേഷണ സംഘം കൃത്യമായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ചെന്താമരക്കെതിരെ കോടതിയെ ബോധിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിലും അന്വേഷണ സംഘം മിടുക്ക് കാണിച്ചു. ആ വാദങ്ങളെയൊക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ അതോടൊപ്പം തന്നെ സാക്ഷികളുടെ വിസ്താരം അതൊക്കെ തന്നെ കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ഇനി അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് പ്രതിയുടെ ശിക്ഷാവിധിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം കൂടി ഇയാളുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളത് അന്വേഷണ സംഘം പറഞ്ഞു. കാരണം ഇയാൾക്കെതിരെ എന്തെങ്കിലും മൊഴി നൽകുന്നതോ അല്ലെങ്കിൽ സാക്ഷി പറയുന്നതോ തങ്ങളുടെ ജീവന് അപായം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ നാട്ടുകാരൊക്കെ തന്നെ അന്വേഷണ സംഘത്തെയും പോലീസിനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെന്ന നിലയ്ക്ക് ഇയാൾ മറ്റെന്തെങ്കിലും കൃത്യങ്ങൾ ചെയ്യാനുള്ള തങ്ങൾക്കെതിരെ കൂടി തങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇയാൾ നീങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി നാട്ടുകാർക്ക് ഭയമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും സാക്ഷി പറയാനുള്ള സാക്ഷികളുടെ ഭയം ആ തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഈ സാക്ഷികളെയൊക്കെ തന്നെ വിസ്തരിക്കാനും കോടതിയെ ഇയാൾ ചെയ്ത കൃത്യം എന്താണെന്നുള്ളതും ഇയാൾക്ക് ഈ കാര്യത്തിലുള്ള കോൺസ്പിറസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിനും ഈ സാക്ഷി വിസ്താരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ മുഴുവൻ സാക്ഷികൾക്കും ധൈര്യം നൽകിക്കൊണ്ട് അവർക്ക് കോടതിക്ക് മുമ്പാകെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം പ്രോസിക്യൂഷന്റെയും പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഒക്കെ തന്നെ ഭാഗത്തുണ്ടായി. അതിൻ്റെയൊക്കെ തന്നെ ഒരു ഫലം തന്നെ ആണ് ഇന്ന് വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത്. ഇയാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ, അതായത് ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ മറ്റൊരു ദിവസമോ ഈ ശിക്ഷാവിധി എന്താകും എന്നുള്ള കാര്യത്തിലേക്ക് കൂടി അല്ലെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതിലേക്ക് കൂടി കോടതി കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൊടും കൃത്യമാണ് ചെയ്തത്, കൊടും ക്രിമിനലാണ് ഇയാൾ. ആ
കാര്യങ്ങളൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ വിധി ശിക്ഷ കുറഞ്ഞുപോയാൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത, അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അതൊക്കെ തന്നെ കോടതി പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഗൗരവത്തോടു കൂടി തന്നെ കോടതി കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ ആ കണ്ടെത്തലുകളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കുറ്റക്കാരൻ എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. ജോർജ് കെന്നഡി എന്ന് പറയുന്ന പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഇപ്പോൾ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കുറ്റക്കാരൻ എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇന്നോ അതോ തൊട്ടടുത്ത ദിവസമോ ശിക്ഷാവിധിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിഷാദ്, ശരി, ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. അത് 2 കേസുകളായാണ്. ഒന്നാമത്തെ കേസ് അയൽവാസിയായ സജിത എന്നയാളെ കൊലപ്പെടുത്തിയതാണ്. ആ കേസിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്താണ് അടുത്ത വീട്ടിലെ അതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നത്. ബാക്കിയുള്ളവരെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒപ്പം മകളും ഭാര്യയും, അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും അദ്ദേഹത്തെ വിട്ടുപോകുന്നതിനുള്ള കാരണക്കാർ അയൽവാസികളാണ് എന്ന ധാരണയിലാണ് അവരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ തനിക്കെതിരായി നിന്ന മുഴുവൻ പേരെയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ക്രിമിനലാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ എന്താണ് ഇനി കോടതി ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. എന്തായാലും ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് നിന്നുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി കോടതി എന്താണ് ഈ വിധി പ്രസ്താവം നടത്തുന്നത്, എപ്പോഴായിരിക്കും, അല്ല ഈ ശിക്ഷാവിധി എപ്പോഴാണ് നടത്തുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇരട്ടക്കൊലക്കേസിൽ ഇരട്ടക്കൊലക്കേസിൽ കോടതിയിലെത്തിയ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്.